ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. ചാർജിങ് കൂടി വന്ന ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. JB Rising എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു നല്ലൊരു മൊബൈൽ ഹോൾഡറാണ്. 3 ഫാസ്റ്റ് ചാർജിങ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ ഇതിനകത്ത് വന്നെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് ടൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വയറൊക്കെ കെട്ടി വെക്കാനായിട്ടാണ്, വണ്ടിയിലേക്ക് കെട്ടി വെക്കാൻ 2 ടൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കണക്ടറാണ്. ചില വണ്ടികളിൽ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മിററിൻ്റെ ഒക്കെ നട്ടയിൽ ഫിറ്റ് ചെയ്ത് ആ കണക്ടർ എടുത്ത് പിടിപ്പിച്ച് നമുക്ക് ഹോൾഡർ എടുത്തിലേക്ക് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കണക്ടർ ഹാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത്, അത് കണക്ട് ചെയ്യാനായിട്ട് എലിങ്കിങ് കൊടുത്തിട്ടുണ്ട്. ഈ എലിങ്കി മാത്രമേ ആവശ്യമുള്ളൂ, വേറൊരു സ്പാനർ നട്ടോ ബോൾട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഒരു എക്സ്ട്രാ ഫ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3M ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണ് നമ്മുടെ മെയിൻ സാധനം, മൊബൈൽ ഹോൾഡർ. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഹോൾഡറാണ്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ്. ഇത് ശരിക്കും ഫൈബറാണ്. ഈ ഭാഗം ഫൈബറാണ്. ഇതിനകത്ത് ഫോൺ കയറ്റി വെക്കുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രൂ ജസ്റ്റ് അഴിക്കുക, അന്നേരമാണ് ഈ സംഭവം അകന്നു വരും. ജസ്റ്റ് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഫോൺ കയറ്റി വെക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് തന്നെയുണ്ട്. ഈ സ്വിച്ച് ശരിക്കും വാട്ടർ പ്രൂഫ് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്വിച്ചാണ്, അടിപൊളി സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചാണ്. പിന്നെ നമ്മുടെ ഇവിടെയാണ് ശരിക്കും നമ്മുടെ USB കേബിൾ കുത്തണേ. അപ്പോൾ ബാറ്ററിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് 2 ഇതാണ്. വയർ എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നട്ടയിലേക്ക് കയറ്റി വെക്കുക, ബാറ്ററി ടൈറ്റ് ചെയ്യുക. അത് എന്തായാലും ബാറ്ററിലൊക്കെ ഫിറ്റ് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വയറൊന്ന് അഴിച്ച് കാണിക്കുക. വയർ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വയറിന്. നമുക്ക് വേറെ എക്സ്ട്രാ വയറൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ വയർ നമുക്ക് ഡയറക്റ്റ് ബാറ്ററി വരെ സുഖമായിട്ട് എത്തും. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് അഴിച്ച് കാണിച്ചു തരാം. ഒരു ഫ്യൂസ് വന്നിട്ടുണ്ട്. ഈ ഫ്യൂസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വോൾട്ടേജ് വേരിയേഷൻ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്യൂസ് അങ്ങ് അടിച്ചു പോവുള്ളൂ. നമ്മുടെ ഫോണിന് ഒരു ഡാമേജ് ഒന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെയർ ഫ്യൂസും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഈ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഒരു സ്പെയർ ഫ്യൂസ് കൂടി ഇതിനകത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ടർ ഹാൻഡിലേക്ക് പിടിപ്പിക്കുന്നതാണ്. ജസ്റ്റ് ഈ എൽക്കി ഊരുക, എന്നിട്ട് നമുക്ക് ഹാൻഡിലേക്ക് പിടിപ്പിക്കണം. ശരിക്കും 2 അഡ്ജസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിട്ട്. ഇച്ചിരി വലിയ ഹാൻഡിലാണെങ്കിൽ അവർ വേറൊരു അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ സാധനം ശരിക്കും മെറ്റലാണ്. ഈ സാധനം മെറ്റൽ ബിൽട്ടാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഈ ജസ്റ്റ് ഇതിനകത്ത് കയറ്റുക, വളരെ ഈസിയാണ് സംഭവം പിടിപ്പിക്കാനായിട്ട്. ജസ്റ്റ് കയറ്റുക, എന്നിട്ട് ഈ 2 കണക്ടർ, അതായത് ഈ 2 കണക്ടർ ശരിക്കും കയറ്റി വെക്കുക. 2 കണക്ടേഴ്സ് ഉണ്ട്. 1 സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക കണക്ടർ 2. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹാൻഡിൽ ഈ സംഭവം വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 3M ടേപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. 3M ടേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഹോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോടെ നമുക്ക് ആ 3M ടേപ്പ് ഒട്ടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഈ സ്ക്രൂ ഇതിനകത്തോട്ട് കയറ്റിയിടുക. കയറ്റിയിട്ടിട്ട് നമ്മുടെ എലിങ്കി വെച്ച് ടൈറ്റ് ചെയ്യാം. നമുക്ക് വേറെ ഒരു സാധനം ആവശ്യമില്ല. ഇവരെല്ലാം ഈ സാധനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, പിടിപ്പിക്കാനുള്ള എല്ലാ സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എലിങ്കി കയറ്റി ടൈറ്റ് ചെയ്യുക. 1 സെക്കൻഡ്, ഞാൻ ടൈറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പം ഞാൻ ടൈറ്റ് ചെയ്യുക. സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സംഭവം ഹോൾഡർ വെക്കാനായിട്ട് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അഴിക്കുക. ഇതങ്ങ് അഴിക്കുക. ഈ ഒരു കണക്ടർ അഴിക്കുക. ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റി ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒരു അധികം ഒരു പുഷ് കൊടുക്കേണ്ട, ചെറുതായിട്ടൊരു നൈസൊരു പുഷ് കൊടുത്താൽ മതി. നൈസൊരു പുഷ് കൊടുത്ത് സാധനം കയറി. പിന്നെ അടിയിൽ ഈ സംഭവം ടൈറ്റ് ചെയ്യുക. സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എൽക്കി ആദ്യം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. നമ്മുടെ വണ്ടി ഇരുന്നിട്ട് നമ്മുടെ ആംഗിൾ, നമ്മുടെ ആ പൊസിഷൻ അനുസരിച്ച് പോയിട്ട് നോക്കിയിട്ട് വേണം ഈ സംഭവം ടൈറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഈ ഒരു പൊസിഷൻ മതി എനിക്ക് ബാക്കി. എന്നിട്ട് ഈ എൽക്കി അങ്ങ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വയർ ശരിക്കും വണ്ടിയുടെ ബാറ്ററിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ഈ 2 കയറ്റി കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വയർ ശരിക്കും കിറ്റിൻ്റെ അകത്തോടെ കയറ്റി പുറത്ത് വിസിബിൾ അല്ലാത്ത രീതിയിൽ ടൈ വെച്ച് കെട്ടി വെക്കണം. ഞാൻ ജസ്റ്റ് ഡെമോ ആയതുകൊണ്ട് വേണ്ടി അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാനായിട്ട് ആദ്യം ഊരുക. ഈ 2 നട്ട് നമുക്ക് ലൂസാക്കേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ലൂസാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ ഇനി ഇത് നേരെ ഓരോന്നിലേക്ക് കണക്ട് ചെയ്താൽ മതി. റെഡ് അങ്ങോട്ട്, ബ്ലാക്ക് ഇങ്ങോട്ട്, ഇങ്ങനെ 2 ഓരോന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ജസ്റ്റ് കണക്ട് ചെയ്യുക. ഇതൊന്ന് കണക്ട് ചെയ്യുക. അതുപോലെ ഇത് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. വളരെ ഈസിയാണ്. നമുക്ക് വേറെ വയർ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്രേ ഉള്ളൂ, കണക്ട് ചെയ്യാൻ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത സംഭവം വർക്കിംഗ് ആണെന്ന് നോക്കാം. കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഫോൺ കയറ്റി വെക്കുക, ടൈറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ടൈറ്റ് ചെയ്തിട്ട് അടിയിൽ USB ജസ്റ്റ് അടിയിൽ ഊരിയിട്ട് കുത്തുക. ഇനി നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ചാർജ് കയറുന്നുണ്ട്. സംഭവം 100% വർക്കിംഗ് ആണ്.
അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നത് അടിപൊളി പ്രോഡക്റ്റ് ആണ്, ഒരു പ്രീമിയം ക്വാളിറ്റി ബിൽഡാണ്. ഇതിന് ഏകദേശം പ്രൈസ് വന്ന് 1700 ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, വേണ്ടവർക്ക് ഇത് വാങ്ങിക്കാം. ഈ സംഭവം ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ന് ഒരു കാരണം വെച്ചാൽ ഈ ഹോൾഡർ ഫോൺ ഇതെന്ന് തെറിച്ചൊന്നും പോകത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് ബം ഒക്കെ ചാടുവാണെങ്കിൽ ഫോണൊക്കെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് വേറെ ഹോൾഡർ ആണെങ്കിൽ. പക്ഷേ ഇതെന്ന് ഒരു കാരണം വെച്ചാൽ ഫോണൊന്നും പോകത്തില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല പ്രഷർ ചെയ്യുന്നുണ്ട് സാധനം, ഒരു കാരണം വെച്ചാൽ ഫോൺ ഇതെന്ന് പോരത്തൊന്നുമില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ശരിക്കും ആ ഒരു പ്രൈസിന് ശരിക്കും വേർത്താണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എന്തായാലും മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.